എന്നെ ദൈവം പഠിപ്പിക്കുന്ന ഞാൻ നിങ്ങളോട് ഞാൻ എന്നോട് സംസാരിക്കുന്നു. ദിവസങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. രണ്ട് നിലപാടുകളാണ്. ഒന്ന്, യോഹന്നാൻ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, മാനസാന്തരത്തിന് യോഗ്യമായ കാര്യം. അടുത്തൊരു വാക്യം ഇങ്ങനെയാണ്, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ. നമ്മളുടെ വൃക്ഷങ്ങളുടെ തോട്ടത്തിൽ നടുവിലിരിക്കുന്ന ഈ വൃക്ഷം മല കണ്ടില്ല, യജമാനെന്ന് പറഞ്ഞു വെട്ടിക്കളയാമോ. തോട്ടക്കാരൻ പറഞ്ഞു, ഒരു വർഷം വയ്ക്കട്ടെ, ഞാനത് കിളച്ച് വളം കിടന്നു. അത്ര ഞാൻ എപ്പോഴും പറയുന്നില്ല. അത് മാനസാന്തരത്തിന് യോഗ്യമായ, ഞാൻ വിളിക്കില്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഈ രക്ഷിക്കപ്പെടുക, വീണ്ടും പ്രാപിക്കുക, മാനസാന്തരപ്പെടുക ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യതിയാനമാണ്. ഒരു സുപ്രാർത്ഥികൾ കൈപൊക്കുന്നതല്ല മാനസാന്തരം. ഇപ്പൊ സഭയ്ക്കകത്ത് മാനസാന്തര പ്രസംഗമില്ല. എന്റെ ചോദ്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ കായ്ക്കുന്നു. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അഭിഷേകത്താൽ നിറയപ്പെടുന്നത്. അഭിഷേകത്താൽ നിറയപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൃപാവരം വേണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കാത്ത ചുരുക്കം ശരിയായ ദൈവത്തിന്റെ കൈകൾ അഭിഷേകം പ്രാപിച്ചാൽ ഹൃദയത്തിന്റെ ആഗ്രഹം, എനിക്കൊരു കൃപാവരം വേണം. പ്രത്യേകം പറഞ്ഞത് പ്രവചന ഫലത്തിനായി പക്ഷേ അതിനകത്ത് ആത്മാവിന്റെ ഫലങ്ങളും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാലുള്ള ഫലം, ഇത് രണ്ടും ദൈവങ്ങളുടെ ആവശ്യം. നമുക്ക് നമ്മളെ ഒരു ശോധന ചെയ്യുന്നത്, എനിക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ആ യജമാനൻ പറഞ്ഞു, ഈ ഭൂമി ഒരു പ്രയോജനമില്ലാതെ നമ്മൾ അങ്ങനെയാണോ ചിത്രം കഴിയുമ്പോൾ ദേശി വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ എത്ര നാളായി അതിനകത്ത് വാക്ക് എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, യോഹന്നാൻ കാര്യമുണ്ട്, അബ്രഹാം ഞങ്ങളുടെ പിതാവായിരിക്കുന്നു നിങ്ങൾ ഇനി പറയരുത്. ഞങ്ങൾക്കൊരു പൂർവീകത്വമുണ്ട്. അതിന്റെ അർത്ഥം വാസക്കാട്ടി ഞാൻ വിശ്വാസത്തിലാണ്. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചതാണ്. അങ്ങനെ പറയരുത്. പൂർവീകത്തോടും അതുകൊണ്ടല്ലേ യേശു ഇപ്പോൾ വിളിച്ചത് വരും. നേരത്തെ കുറിച്ച് അറിയാതെ അറിയാം, എത്ര വർഷമായി വിളിക്കാം. അതല്ല എന്റെ ചോദ്യം. ഇപ്പൊ പിടിച്ചത് വരും. ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവദാസൻ അവസാനം 12 ആസ്വാദം. ഇപ്പോഴത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സമയം കുറച്ചോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഒരു വെള്ളിയാഴ്ച പകൽ ഞങ്ങൾ കുടുംബമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തോടെ കൃപയോർത്ത് ആയുസ്സും ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ 2024 വർഷം ഓഗസ്റ്റ് മാസം 23 വെള്ളിയാഴ്ച ദിവസം ആയിരിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ കാവലും സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അനുഭവിക്കാൻ കർത്താവ് കാണിച്ച കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന നല്ല ദൈവമക്കൾക്കും പ്രത്യേകമായ ദൈവസഭയിലായിരിക്കുന്ന ദേവദാസന കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് നമ്മളെല്ലാം ഉള്ളം കയ്യിൽ വഹിച്ച് പരിപാലിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ആരംഭത്തിൽ ഇങ്ങനെ
ചില കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യേശു നമ്മളെ വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകുന്നൊരു ദൈവം അല്ല, അവൻ ദൈവമാണ്, രക്ഷകനാണ്. ഹല്ലേലൂയാസ്. ആ കർത്താവ് ഹല്ലേലൂയാസ് നമ്മളെ വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല, ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്ന ഒരു കർത്താവാകിയ സ്തോത്രം ചെയ്യുന്നു. ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്നു. നമുക്ക് അവസാനം അറിയില്ല, ഊഹിച്ചെടുക്കാം, ചിലർക്ക് നമുക്ക് ഊഹിച്ചെടുക്കാം. പക്ഷെ അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കർത്താവ് അങ്ങനെയല്ല, അവൻ സകലവും ആദ്യം തന്നെ അവസാനം അറിയുന്ന ഒരു ദൈവമാണ് നമ്മളെ വിളിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം സ്തോത്രം ഓഗസ്റ്റ് മാസം 23 വെള്ളിയാഴ്ചയുടെ ഈ പകലിനായി സ്തോത്രം ചെയ്യുന്ന ഈ 8ാം മാസവും ദൈവസഭയായ താവേ സതുപാസ പ്രാർത്ഥന ക്രമീകരിപ്പാനും താവെ ചുരുക്കം ജനമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ, അങ്ങനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങളോട് ദൈവസഭയുടെ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായത്തിനായി സ്തോത്രം ചെയ്യുന്ന താവെ കടന്ന എല്ലാ ദൈവജനത്തിനായി സ്തുതിക്കുന്നു. സഹോദരിമാരെ ധാരാളം അനുഗ്രഹിക്കണമേ എന്നങ്ങനെയുള്ള പ്രാർത്ഥന. കുടുംബങ്ങളായ കർത്താവ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, സഹോദരന്മാർക്കായി, താവെ കർത്തദാസന്മാർ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശിവപാസ് കുടുംബത്തിനായി സ്തോത്രം, ജെയിംസ് പാസ് കുടുംബത്തിനായി സ്തുതിക്കുന്നു. ഉണിപാസ് കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജോൺ തോമസ് പാസ് കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് അവരെല്ലാം ഉള്ളം കയ്യിൽ വഹിച്ചുള്ള അവരുടെ വേല ശുശ്രൂഷ എല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കാരെ ജോലി അനുഗ്രഹിക്കണമേ. ഇല്ലാത്തവരെ കർത്താവ് അവർക്ക് വേണ്ടി പുതിയ വഴിയിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഭാവി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഉണ്ണിപ്പാസ് കർത്താവ് ഭവനത്തിന് വിഷയത്തിനായി സ്തോത്രം. അവർ താവെ ആഗ്രഹിക്കുന്ന പ്രകാരം തന്നെ ഡിസംബർ മാസം തന്നെ അത് താവെ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. റോസമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകിയ താവ് ഈ ദിവസങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ മടങ്ങി വരുവാൻ സഭയിൽ താവെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിക്കണം. വലിയൊരു അത്ഭുതം ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് ചെയ്യണമെന്ന് ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. ഭവനത്തിന് പണികൾ എത്രയും വേഗത്തിൽ തീർക്കപ്പെടുവാൻ, അതിൽ പ്രവേശിപ്പാൻ ഒരു കണ്ണ ദൈവത്തെ ഒരു രാത്രിയെങ്കിലും അത് പ്രവേശിച്ച ദൈവത്താവേശം കിടന്നുറങ്ങുവാൻ താവേശം ദാസിയെ താവ് കുടുംബമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി അങ്ങനെ താവെ ആത്മനിയോഗത്താൽ സ്തോത്രം. അങ്ങനെ ദാസത്താവേ സമയംകുട്ടി ഭാഷയും സാരിയാൻ്റെയും കുടുംബമായി കർത്താവ് ദൈവസഭയുടെ താവേ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതാവ് നിയോഗിച്ച് ആക്കിയ താവെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ നയിക്കുവാൻ, ദൈവിക ആലോചന നൽകുവാൻ, വചനപ്രകാരം ദൈവസഭയെ നയിക്കാനൊക്കെ കർത്താവിത്വത്തോളം കർത്താവ് സഹായിച്ചു. വീണ്ടും അങ്ങനെ സമയം വരെ കർത്താവരെ സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, കഷ്ടം നിമിത്തം കഷ്ടപ്പെടാനൊക്കെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ അനേക ആവശ്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങളുടെ കൈകൾ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് താവെ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതം ചെയ്യണമേ, വഴികളെ തുറക്കണമേ, ജീവിതങ്ങൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ ഈ ദേശം വിടുവിക്കപ്പെടുവാൻ ദൈവസഭയുടെ പ്രാർത്ഥന, ഉപവാസം, വേല നിമിത്തം അതായത് ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് വലിയ അത്ഭുതം ചെയ്യണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സെക്ഷന്റെ പ്രവർത്തനക്കായി, സെന്ററിന്റെ പ്രവർത്തനക്കായി സ്തോത്രം എല്ലാം ഞങ്ങളുടെ കൈകൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസഭ ദൈവസന്നിധിക്ക് ഞങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ. താവെ പ്രാർത്ഥനായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ഓർക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ വന്ന് ശുശ്രൂഷിച്ച് പിറ്റേ ദിവസം ഉണ്ണി പാസ്റ്റർ ആയിരുന്നു. ഈ തവണ അങ്ങനെ തന്നെയാണ്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദ്യം തന്നെ ഒരു ക്ഷമ, ദൈവസഭയിൽ ക്ഷമ. കർത്താവിൻ്റെ ആത്മാവ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഓർപ്പിച്ച ഒരു വിഷയമായിരുന്നു. ഞാനത് പറയാൻ മടിച്ചെന്നുള്ള ഗൾഫുകാരുടെ കാര്യമാണ്. ഗൾഫുകാരുടെ കാര്യം വ്യക്തമായ ദൈവാത്മാവ് പറഞ്ഞാണ്. ഗൾഫുകാർ അന്ന് ആ സമയത്ത് സഹോദരൻ പോകുന്ന ദിവസങ്ങളായിരുന്നു. പോയതാണോ എന്തായാലും പോകാൻ വേണ്ടി സമയം ദൈവാത്മാവ് പറഞ്ഞ ആ പോക്ക് ശരിയാവില്ല എന്ന്. വേറെ ഒന്നുകൊണ്ടല്ല, സ്തോത്രം, ശരിയാകും. പക്ഷേ ഒത്തിരി ഇന്ന് പ്രാർത്ഥിക്കണം. കുടുംബമായിട്ടും സഭയായിട്ടും ആ വിഷയത്തുമേ സഭയിൽ ഞാൻ പറയാം. സ്തോത്രം. ഇന്നിപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ദുഃഖമുണ്ടായി. ഒന്ന് ഞാൻ പറയാം. മാത്രമല്ല, ഞാൻ ആശ്വസിച്ചിട്ട് ഉണ്ണി പാസ്റ്റർ പിറ്റേ ദിവസം ഉണ്ടല്ലോ, ആ ദൈവാത്മാവ് പാസ്റ്റർ കൂടി പറയിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതെൻ്റെ മാനുഷിക ചിന്ത. സ്തോത്രം. കർത്താവ് അതുകൊണ്ട് അതിൽ ചെറിയ അടി തരും എന്ന് വ്യക്തമാണ്. കാരണം എന്നോട് പറഞ്ഞ ആലോചന ഞാൻ പറയേണ്ടതായിരുന്നു. സ്തോത്രം. കാരണം എനിക്ക് അത്രയിൽ പറയാനോ വിശ്വാസം പോരായിരുന്നു. കാരണം പറഞ്ഞാൽ എങ്ങനെയാവും. കാരണം ഗൾഫിൽ യാത്ര പോകുന്ന ആളല്ലേ, ആ യാത്ര തടസ്സപ്പെടുത്താതെ പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. കൂടുതൽ പ്രാർത്ഥിക്കണമായിരുന്നു. മാത്രമല്ല, നമ്മുടെ സഭയിൽ ഒരു വ്യാപാരം ഉണ്ട്. സ്തോത്രം. എന്താണ്? ഗൾഫിലേക്ക് പോകാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് ജിൻസ് ബ്രദർ
ഗൾഫിൽ പോയി മടങ്ങി വന്നാൽ ഒരു ഗുണമുണ്ടായില്ല. ഞാനിവിടെ ഒന്ന് പരിചയപ്പെട്ട് വെച്ച് പറയണം. അത് വെച്ച് തന്നെ ദൈവാത്മ എന്നോടും പറഞ്ഞ് ആ കഴിഞ്ഞ മാസം പോക്ക് യാത്രയ്ക്ക് വേണ്ടി വ്യക്തമായി മാത്രം ഇനിയും നാളുകൾ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവരെ പോകാനുള്ളവർ ശക്തമായി തന്നെ കുടുംബമായും സഭയായും പ്രാർത്ഥിച്ചാലേ ആ കെട്ടിൽ നിന്ന്, നമ്മൾ സാധാരണ കെട്ടൊക്കെ പറയും, മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുള്ളൂ, ആ ഒരു വ്യാപാരത്തിൽ നിന്ന് വിടുവിക്കൽ. രണ്ടാമത്തത് ലാലു സഹോദരൻ അതുപോലെയാണ്, ഗൾഫിൽ പോയിട്ടൊന്നും ഗുണമുണ്ടായില്ല. അപ്പോൾ ഇനിയിൽ ആരൊക്കെ പോയാലും എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈ ഒരു വ്യാപാരം അതുണ്ടാവും. അപ്പോൾ അതുമേ നാം പ്രാർത്ഥിച്ച് ജയം പ്രാപിച്ചാലേ നമുക്ക് അത് ഗുണമായി തീരത്തുള്ളൂ. സ്തോത്രം, ഗുണമാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഞാൻ ദൈവാത്മാവിലും അതേ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആരാധിച്ചപ്പോൾ ദൈവാത്മാ പറഞ്ഞാണ്, അവൻ വാതിൽ തുറന്നാൽ അടയ്ക്കാൻ ആർക്കും സാധിക്കില്ല, അവൻ അടച്ചാലോ ആർക്കും തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ കർത്താവ് തുറന്ന വഴിയാണ്. പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഒന്നും കൂടി വ്യക്തമായി അത് എനിക്ക് എന്നെ സ്പർശിച്ചത്, ദൈവാത്മാവ് ഓർപ്പിച്ച്. അത് ഇനിയൊരു മാസമുണ്ട്. ആ ഒരു മാസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനിയന് വേണ്ടി കർത്താവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ കാര്യമില്ലല്ലോ. ഇഷ്ടംപോലെ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് വേണ്ടി ഒരു മണിക്കൂർ കൊണ്ട് വിസ അടിച്ചു കിട്ടിയ അനുഭവം 1 മണിക്കൂർ കൊണ്ട് വിസ അടിച്ചു കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ഓരോ കാര്യം കർത്താവ് നിമിഷങ്ങൾ കൊണ്ടാണ് അവൻ പ്രവർത്തിച്ചതുകൊണ്ട്. പക്ഷേ എന്ത് വേണം? കരച്ചിൽ വേണം, പ്രാർത്ഥന വേണം, ഉപവാസം വേണം. അത് കുടുംബമായും സഭയായും സ്തോത്രം കർത്താവ് ആ പ്രവർത്തിച്ച് അത് ചെയ്യുവാൻ വിശ്വസം ബലവാനാകുന്നു. ഹല്ലേലൂയ. കർത്താവിനാത്മാ നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് 2-3 വിഷയങ്ങൾ ദൈവാത്മാവ് ഓർപ്പിച്ച് അത് ആ വേഗത്തിൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ തീർക്കാൻ ചിന്തിക്കുന്നു. ഒന്ന്, സ്തോത്രം, നമുക്ക് വായിക്കാം 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 21-ാം വാക്യം. നിയോഗം എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം. നിയോഗം, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ആത്മനിയോഗത്താലാണ് അതേ പാസ്റ്റർ ആൻറ്റിയും കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ അയച്ചത്. അത് അവർ വരുന്നതിന് മുമ്പേ തന്നെ ജെയിംസ് പാസ്റ്ററിൻ്റെ ആ യാത്രയപ്പിൻ്റെ ഒരു ആഴ്ച മുമ്പേ ഞങ്ങൾ വന്നപ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ്റെ സഭയുടെ താല്പര്യമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ദൈവദാസനെ കുടുംബത്തെ ഇവിടെ അയക്കണം. സഭ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പ്രസ്ഥാനം പറഞ്ഞിട്ടല്ല, ദൈവാത്മാവ് ആരെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2 പത്രോസ് 1:21. അല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗത്തെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാ നിയോഗത്താലാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാ നിയോഗത്താണ് യേശു ക്രിസ്തു താൻ തന്നെ ഈ ലോകത്തിൽ വന്നത്. പരിശുദ്ധാത്മാ നിയോഗത്താലാണ് യേശു സകല കാര്യവും ചെയ്തത്. മാത്രമല്ല ആത്മനിയോഗത്താലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതേ സർവശക്തനായ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചത്. സ്തോത്രം. അല്ലേ? അപ്പോൾ മാത്രമല്ല, അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് അങ്ങനെയാണെങ്കിൽ ആത്മനിയോഗത്താൽ അങ്ങ് വന്നു, ആത്മനിയോഗത്താൽ അങ്ങ് ഈ ലോകത്ത് പ്രവർത്തിച്ചു. എന്നിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ല. എന്നിട്ടും ജനങ്ങൾ അത്ഭുതം അടയാളം യേശു ചെയ്തതിൽ അത്രയും ആരും ചെയ്തിട്ടില്ല. മാത്രമല്ല, യേശു എല്ലാവരും സൗഖ്യമാക്കിയില്ല, ബാക്കി വെച്ചു. എന്തിനു വേണ്ടി? തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ആ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ. യേശു എല്ലാവരെയും ആക്കിയെങ്കിൽ ശിഷ്യന്മാർക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ കർത്താവ് അത് ബാക്കി വെച്ചു. സ്തോത്രം. നല്ലൊരു കർത്താവിനായി സ്തുതിക്കുന്ന സ്തോത്രം. നല്ലൊരു ഗുരു. ശിഷ്യന്മാർക്ക് ചിലരൊക്കെ ചെയ്തു വെക്കാൻ അവർ ചിലരൊക്കെ ശുശ്രൂഷ മാറ്റി വെച്ചു. അപ്പോൾ യേശു താൻ തന്നെ അത്ഭുതം അടയാളങ്ങൾ ചെയ്തിട്ടും, യേശു താൻ തന്നെ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടും പ്രസംഗിച്ചിട്ടും എല്ലാവരും വിശ്വസിച്ചില്ല. അപ്പം ദൈവനിയോഗം ഉണ്ടെങ്കിലും ആ നിയോഗം എല്ലാം സഫലമാകില്ല എന്ന് എൻ്റെ ഇന്നലത്തെ ഒരു നല്ലൊരു അനുഭവം നിമിത്തം, ആ അനുഭവം കഴിയുമ്പോഴാണ് ദൈവാത്മാ ഈ സ്വതം ഞാനിങ്ങനെ കർത്താവ് ചോദിച്ചു, കർത്താവേ അങ്ങനെ ആത്മനിയോഗത്താണ് ഞാൻ പോയത്, പക്ഷേ ഞാൻ ദുഃഖിക്കേണ്ടി വന്നു. ഒന്നാമത്. പിന്നത്തേതിൽ ഞാൻ സന്തോഷിച്ചു. സ്തോത്രം. ഞാൻ ഇന്നലെ ഒറ്റയ്ക്ക് ഇറങ്ങി. സ്തോത്രം. കുറച്ച് ട്രാക്റ്റായിട്ടാണ് പോയത്. ആറന്മുള ഭാഗത്തെ എഞ്ചിനീയറിംഗ് കോളേജ് അത് പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്. പണ്ട് തന്നെ ഞങ്ങൾ ആദ്യമായി വരുന്ന സമയത്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ ട്രാക്ടറൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഒരു 19 ട്രാക്ടർ കയ്യിൽ ഉണ്ടായിരുന്നു. അത്രയും മതിയായിരുന്നു. വേഗം പോയി 1 മണിക്കൂർ പോയിട്ട് വരാൻ വേണ്ടി. 19 ട്രാക്ടർ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു വരാം, അല്ലാതെ ഒറ്റെണ്ണം കൊടുത്തില്ല. കാരണം അവരുടെ ആ ഭക്ഷണ സമയമായിരുന്നു, 12 മണി സമയം. അപ്പോൾ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ അവർ കടയിൽ പോകുമായിരുന്നു. ഇതെല്ലാം ഇല്ലാതെ ഞാൻ കൊടുക്കാൻ പോയി കൈ നീട്ടിപ്പോൾ മടക്കി വെച്ചു ഇങ്ങനെ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ട്രാക്ടർ ആ സമയത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? ചുട്ടിക്കളയും, അല്ലെങ്കിൽ കൈ തുടങ്ങി. ടിഷ്യൂ ഇല്ലെങ്കിലേ കൈ തുടയ്ക്കും. അങ്ങനെ മാറ്റി വെച്ചു. തിരിച്ചെൻ്റെ ആ യാത്ര ഏകദേശം 1-2 മണിക്കൂറുകളോ ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും 1:30 തിരിച്ച് ആകെ ഒരു ട്രാക്ട് ആണ് കൊടുക്കാൻ പറ്റിയത്. ആത്മനിയോഗം താല്പര്യമായിട്ട് പോയത്, പക്ഷെ ആകെ 1. ദൈവം അത് കണ്ടു. അപ്പോൾ കാഴ്ചയോട് വെക്കണം.
നമ്മൾ ഇന്നും പറഞ്ഞു, പ്രാർത്ഥിച്ചു സോറിമാർക്ക് വേണ്ടി. പണമില്ലാത്ത ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, പണമില്ലെങ്കിലും പോകാനൊരു ആഗ്രഹം അല്ല കാഴ്ചയോട് വെച്ചാൽ കർത്താവ് വണ്ടി ഒരുക്കും. ഏതെങ്കിലും വണ്ടി പോരെ, ഇവിടെ എത്തിയാൽ പോരെ, ഇവിടെ തിരിച്ചു പോകും. സ്വതന്ത്രം കാഴ്ചയോട് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് വന്നാൽ, വീട്ടിൽ വന്ന ആരും കൊണ്ടുപോയില്ല, അത്ര അത്ഭുതം കർത്താവ് ചെയ്തില്ല. നമ്മുടെ ആഗ്രഹപ്രകാരം നാം പുറത്തിറങ്ങിയാൽ നമുക്ക് വേണ്ടി ഓട്ടോ, കാറോ, ബസ്സോ കർത്താവ് ഒരുക്കും. അവൻ വിശ്വസനാണ്, നമ്മുടെ വിശ്വസിയാണ് കർത്താവ് നോക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്നലെ ഇറങ്ങി ഹല്ലേലൂയ ഒരു പോകുന്ന വഴിക്ക്, അത് അവിടെ IPCയിലെ സ്തോത്രം ഒരു കുടുംബം, അത് അവിടുത്തെ അച്ചായൻ 16 മാസമായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു പാസ്റ്റർ അവിടെ കൊണ്ടുപോയി, കഴിഞ്ഞ മാസം കൊണ്ടുപോയി ഞങ്ങൾ 3-4 പാസ്റ്റർമാർ പോയി പ്രാർത്ഥിച്ച് വന്നാണ്. അപ്പോൾ മെഞ്ഞാന്നും ബുധനാഴ്ച ഞാൻ പുറത്ത് പോയപ്പോഴും അതിൽ കൂടി നടന്നു. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പോകണമെന്ന്. പക്ഷേ വിശ്വാസികളുടെ വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് രണ്ടേക്കും താല്പര്യം, പോകാറുമില്ല. അങ്ങനെ ആരെയും വിളിച്ചാൽ മാത്രം പോവുള്ളൂ. കാരണം വിശ്വാസികളാണ്, അവർക്ക് സഭയുണ്ട്, കാര്യങ്ങളുണ്ട്, ചെയ്തോളും. ഒരു സഭയെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമല്ലാതെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഇല്ല. പാസ്റ്റർമാരുടെ വീട്ടിൽ അതും ഈ കാലങ്ങൾ എങ്കിലും പോകും. അപ്പം മടിച്ചു. ഇന്നലെ വീണ്ടും ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു ചിന്തയും ദൈവാത്മാ നിയോഗം ഉണ്ടായി പോകണമെന്ന്. അതുപോലെ പോയിപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവിടെ പോയി അത് 5 മിനിറ്റ് നിന്നുള്ളൂ. അവരാകെ തിരക്കില്ല. അച്ഛൻ തിരക്കില്ലായിരുന്നു. അവരുടെ ഫ്രിഡ്ജ് കേടായിരുന്നു. അവരുടെ മകൻ 2 മക്കളാണ്. ഒരാൾ സുവിശേഷ വേല പാസ്റ്ററുമാണ്, രണ്ടുപേരും, ഒരാൾ അമേരിക്കനും ഒരാൾ ഗൾഫിലും. രണ്ടുപേരും. ഈ മകനും ആ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. കമാന്നൊരു അക്ഷരം സ്വോത്രം പോലും പറഞ്ഞില്ല. വർഷങ്ങളായിട്ട് പാസ്റ്റർ പാരമ്പര്യ വിശ്വാസികളാണ്. ഒരു സ്വോത്രം പോലും പറഞ്ഞു. ആൻറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത ഞങ്ങൾക്ക് ഇനി പോയിട്ട് വാ, ഞങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്താണ് നിങ്ങൾ വരാൻ. അവർക്ക് ഫ്രീ ഉള്ള സമയത്ത് വരാൻ വേണ്ടി അല്ലല്ലോ എന്നെ അയച്ചത്. സുവിശേഷം പലരും അങ്ങനെ, ഞങ്ങൾക്കിപ്പോൾ സമയമില്ല, ഞങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ നിങ്ങൾ വാ. എന്നാൽ പലരും സുവിശേഷം കേൾക്കാൻ വേണ്ടി, മാത്രമല്ല വിശ്വാസികളും ഇങ്ങനെ തന്നെ, ഞങ്ങൾക്ക് ഫ്രീ ഉള്ളപ്പോൾ. സഹോദരം, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ദൈവത്തിന് ഫ്രീ വേണ്ടേ? സഹോദരം, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ദൈവം ഫ്രീ ആകണ്ടേ? ദൈവം ഫ്രീ ആകുമ്പോഴാണല്ലോ നമ്മോട് അല്ലെങ്കിൽ ദൈവദാസന്മാരെ അയക്കുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് കേൾക്കാം. അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? സ്തോത്രം. ഞാൻ വളരെ ദുഃഖത്തോടെ ഇറങ്ങി വന്നപ്പോൾ ആ വഴി മുഴുവൻ 1 കിലോമീറ്റർ ഞാൻ തെക്കേമല, ഞങ്ങളുടെ വീട്ടിൽ തെക്കേമല വരെ നടക്കുന്ന വഴി ഞാൻ കർത്താവിനെ ചോദിച്ചു. ബസ്സിലിരുന്നപ്പോഴും തിരിച്ചു വരുമ്പോൾ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഇതെന്താ അങ്ങ് നിയോഗം തന്നിട്ടാണ് ഞാൻ പോയത്. എന്നിട്ടാണ് ഞാൻ നാണക്കെട്ടു. കാരണം അവരെ പൊതുവെ നമുക്ക് ചിന്തയുണ്ടല്ലോ, പൈസയ്ക്ക് വേണ്ടിയാണ്. അവർ ആദ്യത്തെ തവണ വന്നപ്പോൾ പൈസയും തന്നു. പൈസയ്ക്ക് വേണ്ടി അല്ലായിരുന്നു, പൈസ വേണ്ടതാണ്, പൈസ. പക്ഷേ എങ്കിലും ഒരു വാക്ക് പറയാൻ വേണ്ടി, ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. അത് നടന്നുമില്ല. അങ്ങനെ അയച്ചിട്ടാണ് പോയത്. ഞാൻ മടങ്ങി വന്നു. എനിക്ക് മുഴുവൻ ദുഃഖമായിരുന്നു. പക്ഷെ മടങ്ങി വരുമ്പോൾ അവർ ആ വീട്ടിന് അതേ വശം 1 കിലോമീറ്ററിന് അപ്പുറം ആദ്യമായിട്ട് ഫോണിൽ കൂടി സംസാരിച്ചുള്ളൂ ഒരു അച്ചായൻ്റെ വീട്ടിൽ. ന്യൂ ഇന്ത്യക്കാരാണ്, കോഴഞ്ചേരി സഭയിൽ കൂടുന്ന. ആ അച്ചായനെ അവിടെ എന്നോട് വിളിച്ച് ഞങ്ങളെ ഒത്തിരി തവണ ക്ഷണിച്ചു. പക്ഷേ ഞങ്ങൾ പോകാൻ മടിച്ചു. ഈ കാരണം തന്നെ സ്വതന്ത്രം. പക്ഷേ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അച്ചായൻ ഒറ്റയ്ക്കുള്ള അമ്മാമ്മ നാട്ടിൽ പോയിരിക്കുക. എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ വന്ന് പിടിക്കണം, 1 മണി 1:15 സമയമായി എനിക്ക് പോകണം, ഞാൻ പിടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോയി ഒരു 9 മിനിറ്റ്, കൃത്യം 9 മിനിറ്റ് ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങി. സ്തോത്രം. ഇറങ്ങാൻ നേരത്തെ 500 നോട്ട് വന്നു. ഒരു വാടക താമസിക്കുന്നു, സ്വന്തം വീടില്ല, വാടക താമസിക്കുന്നു, പൊട്ടിപ്പണിഞ്ഞ് ഓടിട്ട വീട്. മോനെ ഇപ്പോൾ ജോലി ആയുള്ളൂ. പക്ഷേ ദൈവദാസന്മാരെ ആദരിക്കുന്ന വിഷയം തനിക്ക് അറിയാം എന്താണ്. തൻ്റെ കഷ്ടതയിലും, താൻ രോഗിയാണ്, ഭാര്യ അതിലും വലിയ രോഗിയാണ്, മകന് ജോലി കിട്ടിയിട്ട് 1 മാസം ആയുള്ളൂ. എന്നിട്ടും തന്നത് 500 നോട്ട്. ഞാൻ പിന്നെ വഴി നടന്നു പോകുമ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ 100 വിചാരിച്ചു. 100 200 അതിൽ കൂടുതൽ ആവശ്യമില്ല. 9 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നുള്ളൂ. സ്തോത്രം. പക്ഷേ എനിക്ക് തന്നത് 500 നോട്ട്. ഞാൻ വിചാരിച്ചു, കർത്താവേ അതേ വശം എവിടെ തടച്ചോ അതേ വശത്തിൻ്റെ അന്നേ ദിവസം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കർത്താവ് വഴി തുറന്നു. മീൻസ് കർത്താവ് സന്തോഷിപ്പിച്ചു. അപ്പം നിയോഗം പലതും നമ്മുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമല്ല, എല്ലാ നിയോഗങ്ങളും സന്തോഷമല്ല. ചില നിയോഗം നമ്മളെ ദുഃഖിപ്പിക്കും. പക്ഷെ പിന്നത്തേതുള്ള സന്തോഷമാക്കുന്ന ദൈവപ്രവർത്തിക്കായ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ അതാ ആഗ്രഹിക്കുന്ന നിയോഗം. യേശുവിന് തന്നെ അതേ പിതാവിനോട് കുറ്റം പറയാം. ഹല്ലേലൂയ, പിതാവേ അങ്ങ് അയച്ചിട്ട് ഞാൻ വന്നു, പക്ഷേ എല്ലാവരും സൗഖ്യമാക്കിയില്ല, എല്ലാവരും വിശ്വസിച്ചില്ല. അത് യേശു താൻ പറയുന്നു. ഹല്ലേലൂയ, നിങ്ങളുടെ അവരുടെ അവിശ്വാസ നിമിത്തം അവന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. സ്തോത്രം. അപ്പോൾ അവിശ്വാസമാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു തന്നെ പ്രവൃത്തി നിർത്തിയില്ല. ശിഷ്യന്മാർ തന്നെ പ്രവൃത്തി നിർത്തിയ ദൈവജനമേ, സഹോദരിമാരെ, അത് നിങ്ങൾക്ക് ഓരോ കാര്യം ഒരു ചായ ഇടണമെങ്കിൽ നിയോഗം. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ചായ ഇടാൻ എനിക്ക് നിയോഗം വേണം. ഈ നിയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവചിക്കാൻ മാത്രമല്ല, എവിടെയും പോകാൻ വേണ്ടി മാത്രമല്ല, ഓരോ കാര്യം ചെയ്യുമ്പോൾ തന്നെ ദൈവാത്മാവാണ് എന്നെ ചെയ്യിപ്പിക്കുന്നത്. അതാണ് നിയോഗം എന്ന് പറയുന്നത്. സ്തോത്രം. അത് ചായ ഇടാൻ വേണ്ടിയാണെങ്കിലും കർത്താവ് ഇന്നു മുതൽ എനിക്ക് വേണം, ചായ ഇടാൻ എനിക്ക് നിയോഗം വേണം. സ്തോത്രം. അതിനങ്ങനെ പ്രവൃത്തി വേണം.
സ്തോത്രം. അപ്പോൾ അതിൽ പത്രോസ് അവിടെ പറയുകയാണ് ആത്മനിയോഗത്താൽ ഓരോ കാര്യങ്ങളും നടത്തപ്പെട്ടു. സ്തോത്രം. അതിന് രണ്ടാമത്തെ വിഷയം ഹല്ലേലൂയ നമുക്ക് വായിക്കാം. ഗലാത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ഗലാത്യർ 1:3 ഈ ലോകത്തെക്കുറിച്ച് ഗലാത്യർക്ക് ചെയ്ത ലേഖനത്തിൽ 20-25 വാക്യങ്ങളുണ്ട്. ഈ ലോകം എന്ത് അവസ്ഥയിലായിരിക്കുന്നു അതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല, അത് ആവശ്യമില്ല. 1-2 വാക്യങ്ങൾ മാത്രം ഓർപ്പിച്ച് വേറൊരു വിഷയത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യർ 1:3 നമ്മുടെ ദൈവവും പിതാവുമാരുടെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് മതി ഭാഷ. താങ്ക് യു. അപ്പം എന്ത് ലോകമാണ്? ദുഷ്ടലോകം. എത്രയൊക്കെ അത്ഭുതം ചെയ്താലും യേശു താൻ തന്നെ വന്നിട്ട് പോയിട്ടും ലോകത്തിന് മാറ്റം വന്നില്ല. ദൈവത്തിന് സമയം വരെ ഉണ്ട്. എന്താ? ദുഷ്ടലോകം ആകുന്നു. 1:6 വായിച്ചേ. ഇത്ര വേഗത്തിൽ നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് സ്തോത്രം. അപ്പൊ ഈ ലോകത്തിന് ശക്തി എന്താണ്? സുവിശേഷം. നേരെ പാസ്റ്റർ പറഞ്ഞു സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ടു. പക്ഷെ എന്താണ്? നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോക ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലോകം ദുഷ്ടലോകമാണ്. നാം മാനസാന്തരപ്പെട്ടു, സ്ഥാനപ്പെട്ടു, ആത്മനിർവൊക്കെ പ്രാപിച്ചു. പക്ഷെ എന്താണ്? മടക്കി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദുഷ്ടവ്യാപാര ശക്തിയുണ്ട്. അതിനോട് പോരാടി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളെ സഭയിലാക്കി വെച്ചത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥനയും ഉപവാസം ദൈവം ആക്കി വെച്ചത്. സ്തോത്രം. അതിന് 1:11 നിങ്ങൾ ഓർപ്പിക്കുന്നു. പലതും നമ്മൾ മറന്നു പോകും അല്ലേ? നമ്മളെല്ലാം മറന്നു പോകുന്ന വചനം വാക്യം ചോദിച്ചാൽ മറന്നു പോകും. പക്ഷേ 10 വർഷം മുമ്പ് ഒരാൾ നമ്മോട് പറഞ്ഞ കാര്യമോ നമ്മൾ മറക്കൂല. 10 അല്ല 20 വർഷമായാലും. സ്തോത്രം. അതും അപ്പം പൗലോസ് നിങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുടുംബ പ്രാർത്ഥനയും അതേ കോട്ടേജ് മീറ്റിങ്ങും വെള്ളിയാഴ്ച പ്രാർത്ഥന ഞായറാഴ്ച. പക്ഷേ ആൾ വരണ്ടേ? ആൾ വരാത്തതുകൊണ്ടെന്ന് അവർക്ക് നഷ്ടം. അതുകൊണ്ട് അവരങ്ങനെ പോകുന്നത്. ഇനി പ്രാർത്ഥനയ്ക്ക് വരാതെ ഒരുത്തൻ ഉയർത്തപ്പെട്ടാൽ, വീടില്ലാത്തതിന് വീട് കിട്ടിയാൽ, വണ്ടിയില്ലാത്തതിന് വണ്ടി കിട്ടിയാൽ അത് അനുഗ്രഹം ഒരിക്കലും ചിന്തിക്കല്ലേ. ദൈവം അത് കൊടുത്തതല്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വരാതെ അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്താ പറ്റിയിരിക്കുക? സഭയിൽ വരണം, കൂട്ടായ്മ ആചരിക്കണം, ദേവദാസന വീട്ടിലിടയ്ക്ക് വരണം, സഹോദരൻ മീറ്റിംഗ് വെക്കുമ്പോൾ കോട്ടേജ് മീറ്റിംഗ് പോകണം. അല്ലാത്ത പക്ഷം ലഭിക്കുന്ന എല്ലാ അനുഗ്രഹവും അത് ദൈവത്താലല്ല. സ്തോത്രം. ഇപ്പോൾ 2:4 2-ാം അധ്യായം 4-ാം വാക്യം. മതി. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ വർദ്ധിച്ചു വരുന്നു. കള്ള പ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, അത് കള്ള സഹോദരൻ എന്ന നുഴഞ്ഞു കയറി ധൈര്യമായി മുന്നോട്ട് കയറി വരാൻ അവർക്ക് ധൈര്യം ഇല്ല. അപ്പം എന്ത് ചെയ്യും? നുഴഞ്ഞു കയറി വരും. അവസ്ഥകൾ മനസ്സിലാക്കി കയറി വരും. ഏത്? പാസ്റ്റർമാരെ പോലും തെറ്റിക്കുന്ന കള്ളന്മാർ, പാസ്റ്റർമാരെ പോലും, സെൻട്രൽ പാസ്റ്റർമാരെ പോലും തെറ്റിക്കുന്ന കള്ളന്മാർ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നാം. സ്തോത്രം. 3:1 വായിച്ചേ. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ ക്ഷുദ്രം ചെയ്ത് മയക്കുന്ന ശക്തികളുണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, പഴയ നിയമത്തിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ക്ഷുദ്രം ചെയ്ത് മയക്കുന്ന ശക്തിക്കെതിരായി വെറുതെ കൈ കൊട്ടിയിരുന്നാൽ പറ്റുമോ? ഉപവാസം പ്രാർത്ഥന ഇല്ലാതെ പറ്റുമോ? ഉപവാസം പ്രാർത്ഥന എടുത്താൽ യേശുവിൻ്റെ അടുക്കലാവും വന്നത്. ഉപവാസം പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരുന്ന യേശുവിൻ്റെ അടുക്കലാവും വന്നെങ്കിൽ പിന്നെ നമ്മുടെ സ്തോത്രം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ കൂട്ട സഹോദരന്മാർ വ്യക്തമായി ഈ ദിവസങ്ങൾ പറയണം, അനുഗ്രഹിക്കപ്പെടില്ല എന്ന്. അല്ലെങ്കിൽ അത് പ്രവചനമായിട്ടും എന്തായാലും ദൈവാത്മാവ് ഈ ദൂത് ഞാൻ എന്തായാലും പറയേണ്ടത്. കാരണം അത് കഴിഞ്ഞ തവണത്തെ കർത്താവ് ചില അനർത്ഥങ്ങൾ കർത്താവ് തന്നെ, പിശാചല്ല, കർത്താവ് തന്നെ ചില അനർത്ഥങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. സ്തോത്രം. എന്താ? നിനവയോട് അത് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. സ്തോത്രം. അത്രയോളം എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. സഭയെ അറിയിക്കുക എന്താണ്? ചില അനർത്ഥങ്ങൾ. കുഞ്ഞുങ്ങൾ, ഒരു ദാക്ഷിണ്യം ദൈവത്തിനില്ല. കുഞ്ഞുങ്ങളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, അതേ ഹല്ലേലൂയ, അത് ആർ തന്നെ ആയിക്കോട്ടെ, അതേ ദൈവസ്ഥ കർത്താവിന് ചില സ്പർശനങ്ങൾ. കർത്താവ് തൊട്ടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ സാക്ഷ്യങ്ങൾ? അത് തൊടുന്നതാണ്. എന്തിനു വേണ്ടി? ആസ്വാദം. അതിനു മുമ്പേ നാം ദൈവസ്ഥ അതേ മുട്ടുമടക്കിയാൽ കർത്താവ് മടങ്ങി അതേ കൈ വലിച്ചെടുക്കും. അവൻ കൈ വലിച്ച് എടുക്കും. നിനവേ തൊടാൻ പോയതാണ്. പക്ഷെ എന്ത് ചെയ്തു? രാജാവ് ഉൾപ്പെടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഉപവസിച്ചു. മൃഗങ്ങൾ പോലും അവരെ കൊണ്ട് 3 ദിവസം ഉപവസിച്ചു. ദൈവം എന്ത് ചെയ്തു? നീട്ടിയ കൈ ദൈവം വലിച്ചു.
അപ്പം ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക്. അത് അവർ അവിശ്വാസികൾ എന്നിട്ടും ദൈവത്തിന് ആഗ്രഹമായിരുന്നു അവർ മടങ്ങി വരണം, അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടണം. അത് സംഭവിച്ചു. കർത്തദാസനെ ഓർപ്പിച്ച ആ ദൂതനായി സ്വതം വരും ദിവസങ്ങൾ ആ ദൂത് അതേ ദൈവസഭയ്ക്ക് യഥാർത്ഥമായി അതിനോട് ചേർന്ന് തന്നെ അതിന് മുമ്പ് തന്നെ ദൈവാത്മ എന്നെ ഓർപ്പിച്ച് ഈ ദൂത് പറയാൻ എന്ത് കർത്താവ് തൊടാൻ പോവാണ്. പക്ഷേ അതിനോട് ചേർന്ന് തന്നെ പാസ്റ്റർ കൊണ്ട് ദൈവാത്മാവ് പറയിപ്പിച്ചു. ഞാൻ അറിയുന്ന പാസ്റ്റർ അറിയുന്നില്ല, മാനസാന്തരം പറഞ്ഞു. സ്തോത്രം. അത് കോടാലി വെച്ചിരിക്കുക, കോടാലി വെച്ച്. പക്ഷേ എന്ത് വരും, കർത്താവ് ഇന്നും മധ്യസ്ഥ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പക്ഷെ അത് പോരാ, മധ്യസ്ഥ നിൽക്കുന്ന ദിവസമുണ്ട്. അതിനു മുമ്പേ മധ്യസ്ഥ യേശു മധ്യസ്ഥ നിൽക്കുന്നതിന് മുമ്പേ അതേ സഭയ്ക്ക് ആരൊക്കെ ഓരോ കുടുംബത്തിലും കർത്താവ് ചെയ്യുക. അത് ദൈവത്തിന് അറിയാം. സ്തോത്രം ചെയ്യുക ആരോ എങ്ങനെയെന്ന് അതൊന്നും എനിക്ക് വ്യക്തമല്ല. പക്ഷേ അതേ സഭയിൽ മൊത്തമായി കർത്താവ് ഒരു പ്രവൃത്തി അത് കോടാലി വെച്ച അനുഭവം. സ്തോത്രം. ആരും നശിച്ചു പോകാതെ ചിലതൊക്കെ സംഭവിക്കും. പക്ഷേ അത് വ്യസനത്തിന് കാരണമായി തീരാതെ, പ്രൈസ് ദി ലോർഡ്, മനസ്സിലായില്ല, വ്യസനത്തിന് അത് ഭാരമായി തീരാതെ ചിലർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാ? ആ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി, അത് കരയാൻ വേണ്ടി തന്നെ. അത് നാം കരഞ്ഞാലും ഉപസിച്ചാലും ചിലർക്ക് വീണ്ടും കരയാൻ വേണ്ടി കർത്താവ് ചെയ്യും. പക്ഷേ എന്താണ്, അത് വ്യസനമായി തീരാതെ, അത് മരണം അല്ലെങ്കിൽ സ്വതം അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് കാരണമായി തീരാതെ ദൈവസന്നിധിയിൽ അത് മുട്ടുമടക്കുവാൻ കർത്താവാത്മാവ് അതേ ദൈവാത്മാവിൽ ഞാൻ സ്വന്തം വ്യക്തമായി ആരോഗ്യ ദൈവസഭയെ അറിയിക്കുന്ന കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യട്ടെ. ഇപ്പോൾ ഹല്ലേലൂയ അവിടെ പറയാണ്. സ്തോത്രം. അതേ പ്രൈസ് ദി ലോർഡ്. അത് ഈ ദുഷ്ടലോകത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ പറയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൂടി വായിച്ച്. 6:3. ഞാൻ അല്പനായിരിക്കെ അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഞാൻ വേറെ ആളെയല്ല, എൻ്റെ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയല്ല, പിന്നെയോ തന്നെത്താൻ വഞ്ചിക്കുക. എന്താണ്? അവൻ അല്പന. പക്ഷെ എന്ത്, ഞാൻ മഹാനാണെന്ന് വിചാരിക്കുന്ന അല്പകാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിപ്പാൻ കഴിവോ, പാടാൻ കഴിവോ, പ്രസംഗിക്കാൻ കഴിവോ തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്ററെക്കാട്ടും, ഇന്ന് പലരും അങ്ങനെയാണ്, പാസ്റ്ററിനെക്കാട്ടും സഭ പാസ്റ്ററെക്കാട്ടും മേള് കളിക്കുന്ന ആൾക്കാർ. സഹോദരിമാർ പിന്നെയും സഹോദരന്മാർ ഇപ്പോൾ ഈ ദേശത്തൊക്കെ സഹോദരന്മാർ അടക്കമുണ്ട്. എനിക്ക് മനസ്സിലായത് ഈ 5-6 മാസം കൊണ്ട് പല സഭകളും ഇപ്പോൾ സഹോദരിമാരാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, മറ്റുള്ള സഭകളിലൊക്കെ സഹോദരിമാരാണ് കൊമ്പ് കോർത്തിരിക്കുന്നത്. സഹോദരന്മാർ പാവങ്ങളൊന്നുമില്ല, ഒന്നും മിണ്ടൂല. അമ്മാവന്മാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. അത് സഭയിലായിക്കോട്ടെ, അത് വീട്ടിലായിക്കോട്ടെ. പ്രൈസ്. പക്ഷേ ഹല്ലേലൂയ, അതാണ് അവൻ അല്പനായിരിക്കേ, അല്പമായി പ്രാർത്ഥിക്കാൻ കഴിവ് കൊടുത്തു. സ്തോത്രം. ദൈവകൃപ കർത്താവ് പകർന്നു, ഒരു വെളിപ്പാട് ദർശനം കർത്താവ് കൊടുത്തു കൃപയാൽ. പക്ഷേ ഹല്ലേലൂയ, അത് നിമിത്തം ഞാൻ മഹാനാകുന്നു, എനിക്ക് കഴിവുണ്ട്, അതേ സഭ എന്നെ കേൾക്കണം, പാസ്റ്റർ എന്നെ കേൾക്കണം. ഞങ്ങൾ സ്തോത്രം ഈ അനുഭവം, വ്യക്തമായ അനുഭവം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു സഭയുടെ സ്തോത്രം, അത് സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി, വലിയ സഭയാണ്, സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ആൻഡ് അമാമയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പാസ്റ്റർ വന്ന ഈ മാറ്റത്തിന് മെയ് മാസം പാസ്റ്റർ വന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷം, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരത്തി സ്വന്തം ബൈക്കൊക്കെ ഉണ്ട്, സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോയിട്ട് ആൾ വേഗം മടങ്ങി വന്നു. അപ്പോൾ മടങ്ങി വന്നിട്ട് പാസ്റ്ററോട് നേരത്തെ, പാസ്റ്റർ ഞങ്ങൾ നിൽക്കുന്നുണ്ട്, പാസ്റ്റർ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ നിൽക്കാതെ, ഞങ്ങൾ മാത്രം 4 പേർ മാത്രമേ ഉണ്ട്, പാസ്റ്റർ ആൻറ്റി ഞങ്ങൾ 2 പേരും, ഞങ്ങൾ നിൽക്കാതെ പുള്ളിക്കാരത്തി പാസ്റ്ററോട് പറയുകയാണ്, പാസ്റ്റർ ഇനി തൊട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന സമയം മാറ്റണം. നേരത്തെ ചൂട് സമയമായിരുന്നു, മെയ് മാസമല്ലേ, ചൂട് സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥന സമയം മാറ്റണം. പുള്ളിക്കാരത്തിൻ്റെ ഭർത്താവ് സ്ഥലത്തുണ്ട്, പക്ഷെ അന്ന് വന്നിട്ടില്ല. പക്ഷെ പുള്ളിക്കാരത്തി കയർത്ത് അധികാരത്തോടെ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ അധികാരത്തോടെ പാസ്റ്ററോടെ മാറ്റണം. പാസ്റ്റർ ഇപ്പോൾ വന്നോളൂ, ഒരാഴ്ച ആയുള്ളൂ വന്നിട്ട്. ആദ്യത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തിയത് പാസ്റ്റർ പിന്നെ ഇത്ര വാക്ക് പാവപ്പെട്ട ദേവദാസൻ ഇത്രമാത്രം പറഞ്ഞു, കമ്മിറ്റിയിൽ നമുക്ക് പറയാം, ഞാൻ എല്ലാ തീരുമാനം എടുക്കാൻ കമ്മിറ്റിയിലാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഞാൻ അല്പനാണ്, പക്ഷെ എന്താണ്, ദൈവം തന്ന അല്പത്തിൽ അല്ലെങ്കിൽ വിശ്വസ്ത ഇല്ലാതെ അത് മഹാനായി തീർന്ന ചിന്താഗതി. സോ അവസാനത്തെ ഭാഗം ദൈവാത്മാ തന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. 2 ശമൂവേൽ 14-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. 2 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചു. 2 ശമൂവേൽ 14, 1-4, 20-21. അല്ലല്ല, ഈ കാര്യത്തിൻ്റെ രൂപം മാറ്റേണ്ടെന്ന് കാര്യത്തിൻ്റെ രൂപം മാറ്റേണ്ടത്, അവൻ കാര്യത്തിൻ്റെ രൂപം മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. പക്ഷേ ഇവിടെ മനുഷ്യനാണ് ചെയ്യുന്നത്, മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിപ്പ്. എന്താണ്?
ദൂത ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അതേ കാര്യത്തിൻ്റെ രൂപം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. മനുഷ്യൻ്റെ രൂപം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. സാഹചര്യങ്ങളുടെ രൂപം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. സഭയുടെ രൂപം മാറ്റുവാൻ ദൈവത്തിനേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങളുടെ രൂപം മാറ്റുവാൻ യേശു ക്രിസ്തുവിന് മാത്രം സാധിക്കുള്ളൂ. കല്ലുരുട്ടി വെച്ച അതിൻ്റെ രൂപം ആര് മാറ്റി? അത് ദൂതനെ കൊണ്ട് ദൈവം മാറ്റിച്ചു. സഹോദരന്മാർ ചോദിച്ച യാത്രയെ ചോദിച്ചാണ് കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആര് മാറ്റിത്തരും? പക്ഷേ അതിന് രൂപം മാറ്റി ദൈവം. അത് അടഞ്ഞിരുന്ന രൂപം അതിന് തുറന്നു കടന്ന് ഒരു അനുഭവമാണ് അവർ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ദൈവമക്കളെ, പ്രൈസ് സഹോദരിമാരെ, അതേ കാര്യത്തിൻ്റെ രൂപം മാറ്റുന്നവൻ്റെ അടുക്കൽ വന്ന് ഈ ദിവസങ്ങൾ കരച്ചിലോടെ, അതേ യാരാമ്പത്തിങ്കൽ പ്രൈസ് ലോർഡ് കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, അതേ സഭയ്ക്ക് വേണ്ടി, മാത്രമല്ല കുടുംബങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇടിവിൽ നിന്ന് കരയുവാൻ ഈ ഭാഗം പഠിപ്പിക്കുന്ന ഈ ഒരു അധ്യായം ചില ഭാഗങ്ങളായി 20-25 വാക്യങ്ങൾ വരെ പഠിപ്പിക്കുന്ന കാര്യം, ഒരു സഹോദരി നിമിത്തം ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഒരു രാജാവ്, ദാവീദ് രാജാവിൻ്റെ കാര്യം പറയുന്നത്. ദാവീദ് രാജാവ് ഹല്ലേലൂയ ഒരു സഹോദരി, തെക്കോവയിലെ ഒരു സഹോദരിയുടെ, അതേ ഹല്ലേലൂയ സ്തോത്രം, അതേ വിവേകവതിയായ ഒരു സഹോദരിയുടെ നിമിത്തം ദാവീദ് രാജാവിൻ്റെ ഹൃദയം, അത് ഹല്ലേലൂയ ഹൃദയം ചാഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ചാഞ്ഞ കൂടുതൽ സ്നേഹത്തെ അവൻ കൂടുതൽ സ്നേഹിച്ച അബ്ശാലോമിയാണ്. പക്ഷേ അബ്ശാലോം ഒരു കൊലപാതകം ചെയ്തു, സ്വന്തം സഹോദരനെ കൊന്നു. അത് സ്വന്തമല്ല, അല്ലെങ്കിൽ മനുഷ്യനെ കൊന്നാൽ കൊലപാതകമാണ്. കൊലപാതകത്തിന് ശിക്ഷ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരണം, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ എല്ലാവരും അറിഞ്ഞ വിഷയമാണ്. സ്തോത്രം. അപ്പോൾ പക്ഷെ ഒരു അനുഭവം, ആ കാര്യത്തിൻ്റെ രൂപം അവളുടെ മധ്യസ്ഥ നിമിത്തം മാറിപ്പോയി. രാജാവിൻ്റെ അടുക്കൽ വന്ന് അവൾ അതേ ആ രൂപം മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാം വാക്യം മുതൽ വായിക്കാം. ചാഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? രാജാവിന് മനസ്സ് കാരണം അവൻ ഏറ്റവും കൂടുതൽ 19 മക്കളിൽ ദാവീദ് രാജാവ് അതേ സ്നേഹിച്ചൊരു മകനായിരുന്നു അബ്ശാലോം, 4ാമത്തവനാണ്. പക്ഷെ അവനെ കൂടുതൽ സ്നേഹിച്ചു. പക്ഷെ അതേ മകൻ അവൻ്റെ എതിരായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഈ കൊലപാതക നിമിത്തം അവൻ ഒളിച്ചോടിയിരിക്കുക. രാജാവിന് കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ നിയമം പ്രകാരം അവനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ മനസ്സിനുള്ളിലോ ചാഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അത് ആരറിഞ്ഞു? യോവാബ്. വീട്ടിൽ പോയി വായിച്ചാൽ സമയമില്ല. സ്തോത്രം. അതേ യോവാബ് അതറിഞ്ഞു. യോവാബ് അതേ രാജാവിൻ്റെ പെങ്ങളുടെ മോന. സ്തോത്രം. യോദ്ധാവാണ്, അതേ സേനാപതിയാണ്. പക്ഷെ അവനത് അറിഞ്ഞു. സ്തോത്രം. അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? തെക്കോവയിലെ പേരില്ലാത്തൊരു സഹോദരി, തെക്കോവ ദേശത്തിലെ പേരില്ലാത്തൊരു, നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇന്ന് പേര് വേണം. പേര് 2 പേര് അറിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പ്രവചനം അങ്ങനെയാണ്. പേര് വേണം, പക്ഷേ ഇവിടെ ഒന്നും പേരില്ല. തെക്കോവയിലെ സഹോദരിയാണ്. ആ സ്ഥലത്തിൻ്റെ പേരിന് അതുകൊണ്ട് പിൻകാലങ്ങളിൽ അതേ അവളെന്ന വിവേകവതിയായിരുന്നു. ആ പേരിൻ്റെ അർത്ഥം തന്നെ വിവേകം. സ്തോത്രം. ഒരു വിവേകവതിയായ ഒരു സഹോദരി വിളിച്ചു വരുത്തിയിട്ട് അവളോട് യോവാബ് പറയാൻ, നീ രാജാവിൻ്റെ അടുക്കൽ പോകണം. ചെറിയൊരു കള്ളം, ചെറിയ ഉപായം. എന്തിനു വേണ്ടിയാ? ഒരു മനുഷ്യൻ്റെ ഹൃദയം തിരിക്കാൻ വേണ്ടിയാ, ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാ. പാപിയായവൻ്റെ അതേ മനസ്സ് ഹല്ലേലൂയ അവനോട് കരുണ കാണിക്കാൻ, രാജാവ് കരുണ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ ഒരു ഉപായം പ്രയോഗിക്കണം. ദൈവം മക്കളെ, സഹോദരിമാർ, ഇവിടെ സഹോദരി കാര്യമാണല്ലോ. സഹോദരിമാർ ദൈവം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, കരയാൻ വേണ്ടി. പാപികളായ, നമുക്ക് അറിയാവുന്ന പാപികളാണ്, വ്യഭിചാരികളായിരിക്കും, കള്ളുടിയന്മാരായിരിക്കും, അടിയിടി ഉണ്ടാക്കുന്നവരായിരിക്കും, അത് ചീത്ത പറയുന്നതായിരിക്കും. പക്ഷേ അവർക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ചില പ്രവൃത്തികൾ, അവൻ കാര്യത്തിൻ്റെ രൂപം മാറ്റും. സ്തോത്രം. അവൾ എന്ത് ചെയ്തു? അവളോട് പറയാണ്, നീ എങ്ങനെയാണ്? ആ വാക്യം 5-ാം വാക്യം 4-5 വാക്യം വന്ന് വാക്യം. അവളോട്, നീ ഒരു വിധവയെ പോലെ രാജാവിൻ്റെ അടുക്കൽ പോകണം. അവൾ കല്യാണം കഴിച്ചിട്ടില്ല, അവൾക്ക് ഭർത്താവില്ല, ഭർത്താവ് മരിച്ചില്ല. പക്ഷെ അവളോട് പറയാണ്, നീ വിധവ കരയുന്ന പോലെ വിധവയുടെ രൂപം ധരിച്ചുകൊണ്ട്, അത് തലയിൽ എണ്ണ പുരട്ടാതെ രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് കാര്യം പറയണം. ഞാനൊരു വിധവയാണ്, ഭർത്താവ് ഇല്ലാത്തവളാണ്, എൻ്റെ 2 മക്കളിൽ ഒരുത്തനെ കൊന്നു. ഇടിവിൽ നിൽക്കുവാൻ. ചിന്തിക്കണം. മനുഷ്യൻ്റെ അടുക്കലല്ല, മനുഷ്യൻ തന്നെ രാജാവിൻ്റെ അടുക്കല. രാജാവ് ഇത് കള്ളമാണെന്ന് അറിഞ്ഞാൽ തല വെട്ടുവാൻ അധികാരം രാജാവിന് ഉണ്ട്. അത് അറിഞ്ഞിരിക്കെ അവളെന്ത് ചെയ്തു? വിവേകവതിയായ സ്ത്രീ, അവളുടെ ധൈര്യം എന്തിനു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മാവിനെ നേടുവാൻ, പാപിയായ മനുഷ്യനെ നേടാൻ വേണ്ടി അവൾ സ്വന്തം ജീവനെ മാറ്റിവെച്ചു. അല്ലെങ്കിൽ സ്വന്തം ജീവനെ അത് വിലയേറിയത് എണ്ണാതെ അവൾ അത് ഹല്ലേലൂയ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പോവാണെങ്കിൽ പോകട്ടെ, എന്നാൽ രാജാവും മകനും അത് ഒന്നായി തീരുമല്ലോ എന്നൊരു ചിന്ത കൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ ഈ കാര്യം ഏറ്റെടുത്തു. സ്തോത്രം. നമ്മളൊന്നും കർത്താവ് അത് ആഗ്രഹിക്കുന്നത്.
അവന് വേണ്ടി ഹല്ലേലൂയ ദേശത്തിൻ്റെ കഥ നമ്മളെ ആക്കി വെച്ചത്. അങ്ങനെ ഉള്ളവരെ പേര് സഭ അറിയില്ല, അതേ ദേശം അറിയില്ല, പക്ഷേ ദൈവം അറിയും. വിവേകവതിയായ അതേ കാരംവേലിയിലെ വിവേകവതിയായ ഒരു സഹോദരി, പ്രൈസ് ലോർഡ്, കാരംവേലി ചർച്ചകളിലെ അതേ ദൈവസഭയിലെ അതേ ഹല്ലേലൂയ അതേ വിവേകവതിയായ ഒരു സഹോദരി. അവളുടെ പേരും നാളും ഊരും ആർക്ക് മനുഷ്യനെ അറിയില്ലെങ്കിലും ദൈവത്തിന് അറിയാം. ദൈവത്തിന് പറയാനുള്ളത് അതേ ഹല്ലേലൂയ നല്ലവനും വിശ്വസനായ ദാസിയെ അല്ലെങ്കിൽ ദാസൻ, നീ എന്ത് ചെയ്തോ? ഞാൻ നിന്നെ ഏൽപ്പിച്ചൊരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ അത് ഇടിവിൽ നിൽക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരു പ്രവൃത്തിയുണ്ട്. സ്തോത്രം. അവൾ സ്വന്തം ജീവനെ ഹല്ലേലൂയ വിലയേറിയതെന്ന് എണ്ണാതെ ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച ദൗത്യം അവൻ നിറപടിയായി ചെയ്തപ്പോൾ 20-ാം വാക്യം നമ്മൾ വായിച്ചത്, കാര്യത്തിന് രൂപത്തിന് മാറ്റം വന്നു. പ്രൈസ് ലോർഡ്. അതേ ഹല്ലേലൂയ നിങ്ങളുടെ കാരണം കൊണ്ട് പ്രൈസ് ലോർഡ് അതേ ചില കുടുംബങ്ങൾ ഹല്ലേലൂയ ചില ജീവിതങ്ങളിൽ അതേ അവരുടെ കാര്യത്തിൻ്റെ രൂപം മാറ്റുവാൻ കർത്താവ് ഇന്നും കാത്തിരിക്കുന്നു. നാം അതിന് വില കൊടുത്താൽ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ കൈ നമുക്ക് വേണ്ടി അനുകൂലമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താനാത്മാവ് ഈ ദിവസം നമ്മളെ അതിനുവേണ്ടി സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദുഷ്ടലോകത്ത് നമ്മൾ വായിപ്പിച്ച പോലെ ദുഷ്ടലോകത്ത് നിന്ന് വിടുവിക്കുന്ന കർത്താവ് അതിനുവേണ്ടി ആത്മനിയോഗത്താൽ അതേ എവിടെയായാലും ആത്മനിയോഗത്താൽ പോകുവാനും ആ നിയോഗം അത് സഫലമായില്ലെങ്കിലും ഭാരപ്പെടാതെ കർത്താവിന് സമയമുണ്ട്, മറുവശത്ത് നന്മയുണ്ട്. സ്തോത്രം. എന്നാൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം അതേ ദേശത്തിന് വേണ്ടി അത് ജനങ്ങളുടെ ഹല്ലേലൂയ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എഴുതി നിൽക്കണം, ഞാൻ അത് ധൈര്യത്തോടെ ചെയ്യും എന്ന് പറഞ്ഞ് മുന്നേറുവാൻ ദൈവം അപ്പം നമ്മളെ എല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന് അവിടെ പ്രാർത്ഥനയെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കല്ലേ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോയവരും മടങ്ങി വരും. രണ്ടാമത് വികാസം പറഞ്ഞ കാര്യം എന്നോട് ദൈവാത്മാവ് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞില്ല പറയാൻ പണ്ട് ഞാനിങ്ങനെ ഒരു ദൂരം വന്നപ്പോൾ അവർക്ക് പ്രശ്നമുണ്ടായ ക്ലാസ്സിൽ കാര്യം ഞാൻ എനിക്ക് നോക്കണം, ഞാൻ ദൂർമാസമാണ് ദൈവം പറയുന്നത് വളരെ 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 ആരാധന വെളിപ്പെടുത്താൻ ആരാധനയിൽ കുത്തുപുരുത്തത്തിലാണ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവനിഷ്ടമാണ്. ആരാധിക്കുന്നത് ഇഷ്ടമാണ്. ഭയങ്കര ഉപസിച്ച് യേശു നടത്തിയത് പരിപാടികൾ അത് വളരെ പ്രാർത്ഥിച്ചു. നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വളരെ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിരുദ്ധമായ സുവിശേഷങ്ങളും ഞങ്ങളെ മാറ്റിക്കളയുന്ന അനുഭവങ്ങൾ, കൃപയിൽ ഞങ്ങൾ വീഴ്ത്തിക്കുന്ന അനുഭവങ്ങൾ, എന്നാൽ എൻ്റെ മറ്റൊക്കെ ദൈവനിയോഗം ചോദിച്ച് വാങ്ങിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. ഇതുകൊണ്ട് നമുക്കുണ്ടായ സമയം താവയുടെ കുടിവരുന്നുണ്ടാകാതെ സൂക്ഷിക്കണമെന്ന് സ്വന്തമായി
ദൈവത്തിൽ മടക്കിയാത്രകൂടി സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കും. കുടുംബമായിട്ട് ഹല്ലേലൂയ വിളിച്ച മനമോട്ട് പക്ഷിയിൽ അവിടെ കറി യേശു ക്രിസ്തുവിനെ ആമേൻ. സഹായിക്കും.